ഹായ് എവറിബഡി, വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഇന്ന് നമ്മൾ നിപ്പയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിപ്പയുടെ തേർഡ് വേവ് ആണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. ഫസ്റ്റ് വേവ് 2018 അതെല്ലാവർക്കും തന്നെ അറിയാം. അതിനെ ബേസ് ചെയ്ത് മൂവീസ് വരെ ഇറങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് വേവ് 2021 ഈ റീസർഫസിങ് കുറച്ച് ലൈറ്ററാണ്. പക്ഷേ ഇപ്പോൾ 2023 വന്നിരിക്കുന്ന ഈ വേവ് സ്ലൈറ്റ്ലി ഒരു ഹയർ വേരിയൻ്റ് ആണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് മൊർട്ടാലിറ്റി റേറ്റ്, അതായത് മരണത്തിൻ്റെ അളവ് കുറച്ചുകൂടെ കൂടുതലാണ്, മരണത്തിൻ്റെ റേറ്റ് കുറച്ചുകൂടെ കൂടുതലാണ്. ലൈഫ് എക്സ്പെക്ടൻസി ഗോസ് വെരി ലോ ദർ. കുറച്ചുകൂടെ സിംപ്ലർ ടേംസിൽ നമുക്ക് ഇന്ന് ഈ വീഡിയോ ചെയ്യാം, അതേപോലെ സെക്ഷൻ ആയിട്ട് ചെയ്യാം, സോ ദാറ്റ് പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് നിപ്പ? എന്താണ് നിപ്പ? എല്ലാവരുടെയും ഒരു കോമൺ നോളേജ് ആണ്. നിപ്പ ഇസ് സൂനോട്ടിക് ഡിസീസ്, ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ഒരു അസുഖമാണ്. ആനിമൽസിനോ അല്ലെങ്കിൽ ആനിമൽസ് മറ്റു മനുഷ്യർക്കോ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. സോ അങ്ങനത്തെ ഒരു അസുഖത്തിനാണ് നമ്മൾ ടെക്നിക്കലി സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. സോ ദർ ആർ മെനി ഡിസീസസ്, നിപ്പ ഇസ് വൺ ഓഫ് ദോസ്. ഏത് ആനിമൽസിൽ നിന്ന് എല്ലാവർക്കും അതറിയായിരിക്കും. നിപ്പ കോമൺലി ഒരു 98% ഓഫ് നിപ്പ ഇസ് സ്പ്രെഡ് ബൈ ബാറ്റ്സ്. സോ ഇറ്റ്സ് എ ബാറ്റ് ബോൺ ഡിസീസ്. ബാറ്റ് കടിച്ച പഴങ്ങൾ അല്ലെങ്കിൽ ബാറ്റ് യൂറിൻ പാസ് ചെയ്ത സർഫേസസ് ഇതുവഴിയാണ് യൂഷ്വലി നമുക്ക് ഈ വൈറസ് കിട്ടുന്നത്. അത് മറ്റ് ആനിമൽസിലേക്കോ അല്ലെങ്കിൽ ഹ്യൂമനിലേക്കോ ട്രാൻസ്മിറ്റഡ് ആവുന്നു. പിന്നീട് അത് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിറ്റഡ് ആവുന്നു. വേറെ ഏതൊക്കെ ആനിമൽസ് ആണ് നിപ്പ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അത് അധികം പേർക്ക് അറിയില്ലായിരിക്കും. ഫസ്റ്റ് കേസ് ഓഫ് നിപ്പ വാസ് നോട്ട് ട്രാൻസ്മിറ്റഡ് ബൈ എ ബാറ്റ്, ഇറ്റ് വാസ് ട്രാൻസ്മിറ്റഡ് ബൈ pig. So it was reported in Malaysia 1998 first case of Nipah. അതൊരു pig farmലായിരുന്നു കണ്ടുപിടിച്ചത്. That is all about the basic information of what type of a disease Nipah is. If a person has got Nipah, how can we detect it? The transmission of നിപ്പ ആനിമൽസിൽ നിന്ന് മനുഷ്യരിലേക്കോ അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്കോ ട്രാൻസ്മിറ്റഡ് ആയിട്ട് അത് വിസിബിൾ ആയിട്ട് ആ ആളിൽ സിംറ്റംസ്, അതായത് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് എല്ലാ അസുഖങ്ങൾക്കും ഉണ്ട്, ആൻഡ് ഇറ്റ് വേരീസ് ഫ്രം വൈറസ് ടു ബാക്ടീരിയ ടു ഫംഗൈ. ഏത് ഓർഗാനിസം ആണോ ഉണ്ടാക്കുന്നത് ഈ അസുഖം അതനുസരിച്ച് ആ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ടൈം പീരീഡ് ഓൾസോ വേരീസ്. ആ ടൈം പീരീഡിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് ഓർ IP എന്ന് പറയും. സോ ഇൻ ദിസ് കേസ് 4 to 14 days, അതായത് 4 തൊട്ട് 14 ദിവസമാണ് ആ ഇൻക്യുബേഷൻ പീരീഡ്. 4 തൊട്ട് 14 ദിവസങ്ങളുടെ ഇടയിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചിരിക്കും. ഇനി എന്തൊക്കെയാണ് ആ രോഗലക്ഷണങ്ങൾ? സോ ദ തേർഡ് പോയിന്റ്, ഫസ്റ്റ് വേരിയന്റ് ഓഫ് നിപ്പ കോസ്ഡ് എൻകെഫലൈറ്റിസ്. സോ ദ ടാർഗറ്റ് ഓർഗൻ വാസ് ബ്രെയിൻ ദെയർ. സോ ദിസ് ടൈം ദ മ്യൂട്ടേഷൻ റേറ്റ് വന്ന് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വേരിയന്റ് വന്നിട്ട് ഇറ്റ്സ് കോസിങ് pneumonia. That is, the target organ is lungs. I'm sorry, I can't help it. The target organ is lungs. So it causes atypical pneumonia. So usually pneumonia ലക്ഷണങ്ങൾ പോലെ തന്നെയാണ് ഈ atypical pneumonia which happens in Nipah ലക്ഷണങ്ങൾ. So which is like fever, cough, sore throat, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അതായത് പനി, ചുമ, തൊണ്ടവേദന, ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം. ഏർലിയർ സ്റ്റേജ് ഓഫ് നിപ്പയുടെ സിംറ്റംസ് വെയർ ഫീവർ, ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ്, അതായത് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, പെരുമാറുക, അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ബോധം പോവുക, ഫിറ്റ്സ് വരിക, ഫിറ്റ്സ് വരിക, സീഷേഴ്സ് എന്നും പറയും. സോ കൺവെൻഷൻസ് വരിക, അതൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതും ഉണ്ടാവാം, പക്ഷേ ഇപ്രാവശ്യത്തെ വേരിയൻ്റ് കൂടുതൽ കോസ് ചെയ്യുന്നത് ലങ്സിലേക്ക് വരുന്ന ന്യൂമോണിയാണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ടാർഗറ്റ് ഓർഗനിൽ വരുന്ന അസുഖങ്ങളുടെ രോഗലക്ഷണങ്ങളാണ്. ഈ രോഗലക്ഷണങ്ങൾ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ മറ്റൊരു പനിയുണ്ടായിരുന്ന ആളുമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിലും വന്നിട്ടില്ലെങ്കിലും ദയവായി നിങ്ങൾ പോയി നിപ്പയുടെ ടെസ്റ്റ് ചെയ്യുക. Once you are tested positive for Nipah, your doctor will guide you. So ഒരു mild category ആണെങ്കിൽ your doctor will ask you to stay isolated. If it goes beyond that, your doctor knows what to do. So basically, you are supposed to keep in track of your body. Signs, symptoms, temperature variations, etc. And you also are supposed to keep in track of the other members in your family. Minimal interaction. So, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. When such a pandemic or epidemic happens, it's always better to stay indoors and minimize the level of interaction with unknown people.
or like people whom you want to accidentally interact with. You can go out if it's a need, but try to minimize the exposure. Next point is avoid too much of travel, unwanted travel, like to different distant places, and so it's not the time for that. The third most important point is നമുക്കിത് ഈസിലി കിട്ടുന്നത് എവിടെ നിന്നാണ്? ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ ബാറ്റ്സ് യൂഷ്വലി കഴിക്കുന്നത് ഫ്രൂട്ട്സ് ആണ്. സോ ഈ ബാറ്റ്സ് ബൈറ്റ് ചെയ്ത ഫ്രൂട്ട്സ് നമ്മൾ അറിയാതെ മേടിക്കുകയോ നമ്മളത് കളഞ്ഞു കിട്ടുകയോ കുട്ടികളത് എടുക്കുകയോ ഇങ്ങനെയൊക്കെയാണ് അത് യൂഷ്വലി സ്പ്രെഡ് ആവുന്നത്. സോ കഴിവതും നമ്മൾ വീട്ടിലേക്ക് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ മേടിക്കുകയാണെങ്കിൽ, ഫ്രൂട്ട്സിലാണ് ഇത് അധികവും സ്പ്രെഡ് ആവുന്നത്. ഏതൊക്കെ ഫ്രൂട്ട്സ് ആണെന്ന് ചോദിച്ചാൽ മാംഗോസ്, ഗവാസ്, പിന്നെ എന്താ ലൗലോലിക്ക, ചാമ്പയ്ക്ക, ഡേറ്റ്സ്, ഡേറ്റ് പാം സാപ്പ്, ഇത് വഴിയൊക്കെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. സോ കഴിവതും ഈ ഫ്രൂട്ട്സ്, ഏത് ഫ്രൂട്ടായാലും നമ്മൾ വീട്ടിൽ വാങ്ങുമ്പോൾ കഴിവതും ഒരു സർഫസ് ക്ലീനർ യൂസ് ചെയ്ത് അത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ വീട്ടിലേക്ക് യൂസ് ചെയ്യുക. ഇനി സർഫസ് ക്ലീനർ ഇല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ യൂസ് വിനിഗർ. സപ്പോസ് വൺ ഓഫ് യുവർ ലവ്ഡ് വൺസ് ഗെറ്റ്സ് പോസിറ്റീവ് ഫോർ Nipah. So what would you do? So you should isolate them physically but not mentally. Give them some support, make them realize that you're there for them in a distance for everything, so that they will have the urge. See, either asugатhinum mentally kodukkunna support will help them to cure and get better fast. Always be sure that you will wear an N95 mask and gloves provided facially. So otherwise, always be sure that you should be wearing your N95 mask and you should be having hand hygiene strictly. So these are the basic steps. ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ about Nipah. At this stage, what we are supposed to take care of. So I hope it was clear for you. Let's all get together, stay cautious and fight this virus.